ഒരിക്കലും മോണരോഗിയായി കഴിഞ്ഞാൽ നിങ്ങൾ മോണരോഗി തന്നെയാണ്. പക്ഷേ നിങ്ങൾ കൺട്രോൾഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ പറയുന്ന ഹെൽത്തി പെരിഡോൺഷ്യ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് പെരിഡോൺഷ്യ ആണ്. നിങ്ങൾക്ക് ഒരു അസുഖം വന്നിട്ട് നമ്മൾ അതിനെ രക്ഷപ്പെടുത്തി എടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സർജറി ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ അകത്ത് ഒരു 70% ആണ് ഡോക്ടറിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത്. 30% ഈ പേഷ്യൻ്റ് നമ്മൾ ഇതിന് ശേഷമുള്ള ആഫ്റ്റർ കെയർ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളത് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും കൂടെ സക്സസ്സിന് വളരെ പ്രാധാന്യം. അപ്പം മിക്കവാറും പേഷ്യൻസ് ഇപ്പം ഒരു ഇൻഫോംഡ് ആണ്, അവർ പ്രോപ്പർലി ഇൻഫോംഡ് ആണ്. അവർ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിന് ശേഷം ഉപയോഗിക്കേണ്ട ബ്രഷിംഗ് രീതികൾ സ്വായത്തമാക്കി കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. കൃത്യമായി പ്രോപ്പർ ഇടവേളകളിൽ അവർ വന്നിട്ട് അതിൻ്റെ റിവ്യൂ ചെക്കപ്പുകളൊക്കെ നടത്താറുണ്ട്. ഇപ്പോൾ റിവ്യൂ ചെക്കപ്പ് നടത്തുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂട്രീഷൻ്റെ ഒരു ഇമ്പോർട്ടൻസും ഉണ്ട്. അതിനുശേഷം നമ്മൾ കഴിക്കുന്ന വളരെ സമീകൃതമായിട്ടുള്ള ആഹാരമായിരിക്കണം. നമ്മൾ മറ്റ് കൂർത്ത വസ്തുക്കളൊന്നും തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോണയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേക്ക് കാണുമ്പോഴാണ് അതൊരു ഒറ്റ മോണയായിട്ട് തോന്നുന്നത്. ശരിക്കും 4 ടിഷ്യൂസാണ് മോണയെന്ന് പറയുന്നത്. നമ്മൾ ഈ പുറമേ കാണുന്ന പിങ്ക് നിറത്തിലോ അല്ലെങ്കിൽ ചെറിയ ഒരു ബ്രൗൺ നിറത്തിലോ കാണുന്ന ഗം എന്ന് പറയുന്നത് ജിഞ്ചൈവ എന്നാണ് എന്നെ പറയുക. പല്ലിനെയും എല്ലിനെയും കൂടി ഘടിപ്പിക്കുന്ന തരത്തിലുള്ള നേർത്ത തന്തുക്കൾ അല്ലെങ്കിൽ സ്നായുക്കളുണ്ട്. അതിന് നമ്മളൊരു അസ്ഥിബന്ധം എന്ന് പറയും. പെരിഡോണ്ടൽ ലിഗമെൻ്റ് ഉണ്ട്. പിന്നെ പല്ലിനെ ഉൾക്കൊള്ളുന്ന അസ്ഥിയുടെ ഭാഗമായിട്ടുള്ള ആൽവിയോളാർ ബോൺ എന്ന് പറയുന്ന ഒരു എല്ലുണ്ട്. പല്ലിൻ്റെ വേരിനെ ആവരണം ചെയ്യുന്ന സിമൻറ്റം എന്ന് പറയുന്ന ഒരു കലയുണ്ട്. ഈ 4 കലകളെ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ശരിക്കും ഗംസ് അല്ലെങ്കിൽ പെരിഡോൺഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ എല്ലിൻ്റെ പൊടി വെച്ചിട്ട് അവിടെ അതിനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ 4 ടിഷ്യൂസിനെയാണ് നമ്മൾ ഈ ഒരു 3 മുതൽ 6 മാസം കൊണ്ട് പതുക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അവിടെ വീണ്ടും എന്തെങ്കിലും ഒരു കൂർത്ത വസ്തു ഉപയോഗിച്ചുകൊണ്ട് ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും കുത്തുന്ന സമയത്ത് നമ്മൾ ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ടിഷ്യൂവിന് ഡാമേജ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഫോറിൻ ഒബ്ജക്ട്സ് ഒന്നും തന്നെ പല്ലിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കെടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതിന് പ്രത്യേക തരത്തിലുള്ള ബ്രഷുകളുണ്ട്, ഇൻ്റർഡെൻ്റൽ ബ്രഷുകളുണ്ട്. അത് പല്ലിയുടെ ശുചീകരണ ബ്രഷുകളുണ്ട്. ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് വാട്ടർ ഫ്ലോസറുകൾ എന്ന് പറയും. നമ്മൾ ഇതൊക്കെ ഓസൊക്കെ ഉപയോഗിച്ചിട്ട് കാറൊക്കെ കഴുകുന്നത് പോലെ നമുക്ക് ഇത് ചെയ്തിട്ട് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഈ പോയിൻ്റ് ടിപ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് 3-4 സ്പീഡിൽ അതിന് ചെയ്യാൻ പറ്റും. ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്, പൾസ്ഡ് മോഡുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇറച്ചിയുടെയൊക്കെ ഭക്ഷണാവശിഷ്ടങ്ങൾ തങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ വെള്ളം അടിച്ചുകൊണ്ട് എവിടെയാണോ ഈ പല്ലിൻ്റെ ഇടയിൽ ഉള്ളത് അതിനകത്തോട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഫ്ലോസർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതാകുമ്പോൾ നമുക്ക് മോണയ്ക്ക് ഡാമേജ് ഇല്ല. നമ്മൾ ഓരോ പ്രാവശ്യവും ഒരു കൂർത്ത വസ്തു ഉപയോഗിച്ച് കുത്തുമ്പോഴത്തേക്കും കൂടുതൽ ഈ ഭക്ഷണാവശിഷ്ടം പോവും ഡെഫിനറ്റ്ലി. അതിൻ്റെ കൂടെ മോണയുടെ കുറച്ച് ഭാഗവും കൂടെ ഇളകി പോകുന്നു. ഇതാകുമ്പോഴത്തേക്കും മോണ അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കെയർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തതിനുള്ളൊരു ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.